എല്ലാ സർക്കാർ ജീവനക്കാരും പൊതുപ്രവർത്തകരും എല്ലാ വർഷവും അവരുടെ സ്വത്ത് വിവരം റിട്ടേൺ ആയി ഫയൽ ചെയ്യണം. സർക്കാർ ജീവനക്കാർ അവരുടെ മേലധികാരിക്കും പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരും കേരള ലോകായുക്ത മുൻപാകെയുമാണ് സ്വത്ത് വിവരം ഫയൽ ചെയ്യേണ്ടത്. പാർട്ട് ടൈം കണ്ടീജന്റ് ജീവനക്കാർ ഫയൽ ചെയ്യേണ്ടതില്ല. പൊതുസേവന രംഗത്തുള്ളവർ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനാണ് ഇപ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഏതെങ്കിലും അലിഗേഷൻ വരികയും അത് PC ആക്ട് പ്രകാരം അന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയും ചെയ്യുമ്പോഴാണ് ഈ രേഖയ്ക്ക് പ്രസക്തി വരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്വത്തുവിവരം ഫയൽ ചെയ്യുന്ന രീതിയാണ് ഇവിടെ വിവരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഓരോ കലണ്ടർ വർഷത്തിലുമാണ് ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു കലണ്ടർ വർഷത്തിൽ വാങ്ങിയ സ്വത്തുവിവരമാണ് നൽകേണ്ടത്. ഇത് വർഷാവർഷം ഫയൽ ചെയ്യണം. ഡിസംബർ 31 കഴിഞ്ഞു വരുന്ന തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്. ഇപ്പോൾ അതിനുള്ള സമയമാണ്. പ്രോപ്പർട്ടി എന്നതിൽ എന്തൊക്കെ വരും? എല്ലാ സ്ഥാവര ജംഗമ സ്വത്തുക്കളും പ്രോപ്പർട്ടി എന്നതിൽ വരുന്നതാണ്. ജീവനക്കാരുടെ പേരിലോ പങ്കാളിയുടെ പേരിലോ മക്കളുടെ പേരിലോ ബന്ധുവിന്റെ പേരിലോ ബിനാമിയുടെ പേരിലോ വാങ്ങിയ എല്ലാ സ്ഥാവര ജംഗമ സ്വത്തുക്കളും ഇതിൽ വരും. ജീവനക്കാരന്റെ പണം കൊണ്ട് വാങ്ങിയതാണെങ്കിൽ മാത്രം ഇതിൽ ചേർത്താൽ മതി. സ്ഥാവര സ്വത്തുക്കൾ, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് എന്നതിൽ ഭൂമിയും കെട്ടിടവും ഫലവൃക്ഷാദികളുമാണ് വരുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങളും വിലയും കൂടി നൽകണം. ജംഗമം എന്നതിൽ ഇളക്കി മാറ്റാവുന്ന മൂവബിൾ പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. വാഹനം, സ്വർണം, വീട്ടുപകരണങ്ങൾ, പ്രമാണങ്ങൾ, റോയൽറ്റി, വാടക കരാറുകൾ, ഡിപ്പോസിറ്റുകൾ, ഷെയറുകൾ, ഡിവിഡൻഡുകൾ ഒക്കെ വരും. എന്തിനാണ് ഇങ്ങനെ റിട്ടേൺ നൽകുന്നത്? ജീവനക്കാർ തങ്ങളുടെ പദവി ഉപയോഗിച്ച് ശമ്പളമല്ലാത്ത സ്വത്തുക്കൾ സമ്പാദിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. അത്തരം സ്വത്ത് സമ്പാദനത്തിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. അനുമതി കൂടാതെ വാങ്ങുന്ന സ്വത്തുക്കൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ ഇടയാകുന്നതാണ്. ഉദ്യോഗസ്ഥർ സ്വന്തം പണം കൊണ്ട് നിയമാനുസരണം വാങ്ങിയ സ്വത്തുക്കളാണെന്ന് തെളിയിക്കാൻ വേണ്ടി കൂടിയാണ് ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. സ്വത്തുവിവരം മറച്ചുവെക്കുന്നത് കൊണ്ട് ആ പ്രോപ്പർട്ടി നഷ്ടപ്പെടാൻ തന്നെ ഇടയായേക്കാം. അതിനാൽ സത്യസന്ധമായി എല്ലാ സ്വത്തുവിവരവും രേഖപ്പെടുത്തണം. രേഖപ്പെടുത്താൻ വിട്ടുപോയി എന്നത് പിന്നീട് അംഗീകരിക്കപ്പെടുകയില്ല. വസ്തുവകകൾ വാങ്ങിയില്ലെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇത് സീൽഡ് കവറിലാണ് മുൻപ് നൽകിയിരുന്നത്. പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് നിയമാനുസരണം ഓപ്പൺ ചെയ്യുന്നതുവരെ അത് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയിരിക്കുകയില്ല. അതുകൊണ്ട് അത് വിവരാവകാശ നിയമപ്രകാരം നൽകാൻ കഴിയുന്നതല്ല. എന്നാൽ അത് നിയമാനുസരണം തുറന്നു കഴിഞ്ഞാൽ പബ്ലിക് ഡോക്യുമെന്റായി തീരുന്നതാണ്. അപ്പോൾ അത് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോഴും അത് മൂന്നാം കക്ഷി വിവരമായി കണ്ടാണ് അപേക്ഷ തീർപ്പാക്കുന്നത്. രാഷ്ട്രീയക്കാരുടെയും പൊതുപ്രവർത്തകരുടെയും സ്വത്തുവിവരം ഇപ്രകാരം മൂന്നാം കക്ഷി വിവരം എന്ന നിലയ്ക്കാണ് വിവരാവകാശ നിയമപ്രകാരം നൽകി വരുന്നത്. ഇപ്പോൾ കേരള സർക്കാർ ഉദ്യോഗസ്ഥർ ഓൺലൈൻ ആയാണ് ഇത് ഫയൽ ചെയ്യുന്നത്. സ്പാർക്ക് എന്ന സൈറ്റിലാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. സ്പാർക്കിൽ ജീവനക്കാരുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കണം. ചെയ്തിട്ടില്ലാത്തവർ എസ്റ്റാബ്ലിഷ്മെന്റിൽ അറിയിച്ച് രജിസ്റ്റർ ചെയ്യണം. ഈ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് OTP ഇട്ട് ആണ് ലോഗിൻ ചെയ്യേണ്ടത്. പെൻ നമ്പറാണ് യൂസർ നെയിമായി ഉപയോഗിക്കുന്നത്. ഇതുപോലെ സ്പാർക്ക് എന്ന വെബ്സൈറ്റ് തുറന്ന് ലോഗിൻ ചെയ്യുമ്പോൾ ഈ കാണുന്ന ടാബിൽ നിന്നുമാണ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് എന്ന ഓപ്ഷൻ എടുക്കേണ്ടത്. ഇതിന്
4 ഭാഗങ്ങളുണ്ട്. പാർട്ട് 1 നമ്മുടെ ബയോഡേറ്റയാണ്. ഇവിടെ കറണ്ട് വർഷത്തിൽ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യം കാണാം. വാങ്ങിയിട്ടില്ലെങ്കിൽ നോ എന്ന് നൽകി നേരെ പാർട്ട് 4ലേക്ക് പോകാവുന്നതാണ്. വാങ്ങിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് നൽകി പാർട്ട് 2ലേക്ക് പോകണം. പാർട്ട് 2 ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വിവരങ്ങളാണ് നൽകേണ്ടത്. ഇതിൽ ഭൂമിയുടെ വില്ലേജ്, സർവേ നമ്പർ, വിസ്തീർണം എന്നീ വിവരങ്ങളും കെട്ടിടമുണ്ടെങ്കിൽ അതിൻ്റെ വിലയും വിവരങ്ങളും നൽകണം. പാർട്ട് 3 മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സ്ഥലമാണ്. നേരത്തെ പറഞ്ഞ ഷെയറുകൾ, വാഹനം, സ്വർണം ഇവയുടെ വില, രജിസ്ട്രേഷൻ വിവരം എന്നിവ നൽകണം. ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളും നൽകണം. പാർട്ട് 4 ആക്നോളജ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം എന്നൊരു വാർണിംഗ് മെസ്സേജ് ലഭിക്കും. ഈ അക്നോളജ്മെന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ലോക്ക് ആകും. അക്നോളജ്മെന്റ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ PDF ആയി പ്രിന്റ് എടുക്കാം. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ദയവായി ഷെയർ ചെയ്ത് സഹായിക്കുമല്ലോ. താങ്ക് യു.